പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉറുദുവിലെ ആദ്യത്തെ 2 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു അക്ഷരങ്ങൾ? അലിഫ്, ബേ. അലിഫ്, ബേ എന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പദങ്ങൾ അത് നാം പരിചയപ്പെട്ടു. നോക്കൂ, എന്താ വായിക്കുക? അബ്ബ എന്നാണ് ഇത് വായിക്കുക. അബ്ബ. ഇതിൽ എന്തുണ്ട്? ഒരു ശബ്ദമുണ്ട് അല്ലേ? ഒരു ശബ്ദമുണ്ട്. ശബ്ദം കണ്ടില്ലേ നിങ്ങൾ? ഈ ശബ്ദം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ശബ്ദത്തെ എന്തിനു വേണ്ടി ആ ശബ്ദ ഇടുന്നത് എന്തിനു വേണ്ടിയാണെന്ന്? ആ ശബ്ദത്തെ ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി, കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശബ്ദിടുന്നത്. അപ്പോൾ ഇവിടെയുള്ളത് എത്ര അക്ഷരങ്ങളാണ്? 4 അക്ഷരങ്ങളാണ്. ഒന്ന് അലിഫ് അല്ലേ, സ്റ്റാർട്ടിങ്ങിലുള്ള ഈ അലിഫ്. മറ്റൊന്ന് കഴിഞ്ഞിട്ട് ബാ ഉണ്ട്. ബാ മീൻസ് ബേയുണ്ട് അല്ലേ? ഈ ബേൻ്റെ മുകളിൽ ഷദ്ദിട്ടാൽ അതിൻ്റെ അർത്ഥം ബേ പ്ലസ് ബേ, 2 ബേ കൂടി ചേർന്നതാണ് ഭ എന്നത്. ഓക്കെ, ബേയും കൂടി ചേർന്നതാണ് ഭ എന്നത്. ഓക്കെ, ഇവിടെ അബ്ബ എന്നതാണ് ഇത് വായിക്കുക. അബ്ബ എന്നതിൽ അലിഫ്, ബേ, വീണ്ടും ബേ, പിന്നെ അലിഫ്. ഇപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. അബ്ബ, ഒരു പുള്ളി, ഒരു ഷദ്. റെഡി അല്ലേ? ഒരു അലിഫ്, ഒരു ബേൻ്റെ മുകളിൽ ഷദ്, വീണ്ടും ഒരു അലിഫ്. ഇങ്ങനെയാണ് അബ്ബ എന്ന് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുകൂടി, ഈ പദം കൂടി അലിഫ് ബേയിൽ ഓർത്തു വെക്കുക. അടുത്ത പദത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ബേ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത അക്ഷരം. ഈ അക്ഷരം വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട്? ബേ എന്നുള്ളിടത്ത് ഒരു പുള്ളിയാണ് ഉണ്ടായിരുന്നത്. അതിന് പകരം 3 പുള്ളി. 3 പുള്ളി ഇട്ടാൽ ബേ ആയി തീരും. ഓക്കെ, റെഡി അല്ലേ? ബേ എന്നാണെങ്കിൽ ഒരു പുള്ളി, ബേക്ക് പകരം പേ എന്നാണെങ്കിൽ ബേ എഴുതുന്നത് പോലെ തന്നെ എഴുതുക, 3 പുള്ളി ഇടുക. എല്ലാവരും എഴുതി നോക്കിയേ, പെട്ടെന്ന് എഴുത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഈ 2-3 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പദം എഴുതി നോക്കുകയാണ്. 2-3 അക്ഷരങ്ങൾ ഉപയോഗിച്ച്. എന്താ വായിക്കുക? ആപ്പ് എന്നതാണ് അല്ലേ? ആപ്പ് എന്നതിൽ ആ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ അലിഫുണ്ട്. 2 അലിഫ് കൂടി ചേർന്നതാണ് ആ എന്നായി തീരുക. പിന്നെ അതിന് ശേഷം പേ ആണുള്ളത്. അപ്പോൾ വായിക്കുക ആപ്പ് എന്നാണ് വായിക്കുക. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ്. ഈ പദം നമ്മൾ സംഭാഷണവും കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് കൂടുതൽ ആവശ്യമുള്ള പദമാണ്. നിങ്ങളെവിടെയാണ്? നിങ്ങളെ വീട് എവിടെയാണ്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എന്തെല്ലാം കൃഷിയാണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് വിൽക്കുന്നത്? അപ്പോൾ അവിടെ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്നതിന് പൊതുവെ ഉറുദുവിൽ ആപ്പ് എന്നതാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഞാൻ ആപ്പ് എന്നതിലേക്ക് ഒരു അലിഫ് കൂടി കൂടുതൽ എഴുതി. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ പദം പറഞ്ഞത്. അതിലേക്ക് ഒരു അലിഫ് കൂടുതൽ എഴുതി. അപ്പോൾ എന്തായി? ആപ്പ എന്നായി. എങ്ങനെയാണ് ആപ്പ എന്ന് എഴുതുക? അലിഫ്, മദ്, ആപ്പ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വലിയ സഹോദരിക്കാണ് ഉറുദുവിൽ ആപ്പ എന്ന് പറയുന്നത്. ഉറുദുവിൽ ആപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? വലിയ സഹോദരിയാണ്. എന്താ വായിക്കുക? ആപ്പ. ഒന്ന് എഴുതി നോക്കൂ ആപ്പ എന്നുള്ളത്. എഴുതിയോ? ഓക്കെ, ഇതെന്താ വായിക്കുക? ബാപ്പ് എന്നാണ് വായിക്കുക അല്ലേ? ബാപ്പ് ഒന്ന് എഴുതി നോക്കൂ. ബാപ്പ്. ഓക്കെ, ബാപ്പ്.
ഓക്കെ, ബാപ്പ് എന്ന് പറഞ്ഞാലും അബ്ബ എന്ന് പറഞ്ഞാലൊക്കെ പിതാവ്, അച്ഛൻ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ബാപ്പ് എന്ന് പറഞ്ഞാൽ പിതാവ്, ബാപ്പ, അച്ഛൻ എന്ന അർത്ഥമൊക്കെയാണ് ഉള്ളത്. ബാപ്പ് എന്നതിൽ ബേ ഉണ്ട്, അലിഫുണ്ട്, പേയുണ്ട്. ബാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതി നോക്കിയേ ബാപ്പ് എന്നുള്ളത്. ഉറുദുവിലെ അടുത്ത അക്ഷരമാണിത്. ഇത് നമ്മൾ ബേയും പേയും ഒക്കെ എഴുതിയതുപോലെ തന്നെ, പക്ഷെ പുള്ളി താഴെയുള്ളതിന് പകരം മുകളിലിടുക. ഓക്കെ ഓക്കെ തേ. എന്താ വായിക്കുക? തേ എന്നാണ് ഈ അക്ഷരം. തേ എന്നതാണ് ഈ അക്ഷരം. ഒന്ന് എഴുതി നോക്കൂ എല്ലാവരും, പെട്ടെന്ന് എഴുതി നോക്കൂ. തേ എന്നതിൽ എത്ര പുള്ളിയുണ്ട്? 2 പുള്ളിയുണ്ട്. എവിടെയാ? മുകളിലാണ് അല്ലേ? മുകളിലാണ് പുള്ളി ഇടേണ്ടത്. അപ്പം തേ എന്ന് എഴുതൂ. ഇത് ഓവറായിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് എഴുതരുത് കേട്ടോ. ഓവറായി ഈ രീതിയിൽ തേ എഴുതരുത്. കുറച്ച് പരത്തി ചെരിച്ച് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്. എന്താ വായിക്കുക? ബാത്ത്. എന്താണ്? ബാത്ത്. ബാത്ത് എന്നതിൽ ആദ്യം ബേ കൊണ്ട് തുടങ്ങുക, പിന്നെ മുകളിലോട്ട് അലിഫിടുക, താഴെ ഒരു പുള്ളി, തുടർന്ന് തെ എന്നെഴുതുക. ഓക്കെ, ബാത്ത്. ബാത്ത് പറഞ്ഞാൽ എന്താ? കാര്യം എന്നാണ് ബാത്തിൻ്റെ അർത്ഥം. കാര്യം. ബാത്ത് പറഞ്ഞാൽ കാര്യം. ബാത്ത് കാര്യം എന്നതാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ ഇത് നോക്കിയിട്ട് ഞാൻ എഴുതിയ പോലെ ഒന്ന് എഴുതി നോക്കൂ ബാത്ത് എന്നുള്ളത്. ബാത്ത് എഴുതിയോ? എല്ലാവരും എഴുതണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഓക്കെ, ഇതെന്താ വായിക്കുക? ഇതിൽ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരം? 2 അക്ഷരങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാ? തേയും ബേയും. ഒന്നാമത്തെ അക്ഷരം തേ ആണ് അല്ലേ? തേയും ബേയും അല്ലേ? ഒന്നാമത്തെ അക്ഷരം തേയും, രണ്ടാമത്തെ അക്ഷരം ബേയും അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് തേ എഴുതുക, പിന്നെ ഒന്ന് ബാ അതിനോട് താഴോട്ട് ഇറക്കി അങ്ങോട്ട് എഴുതുക. ആദ്യം തേ എഴുതുക, മുകളിലോട്ട് ഇതിൻ്റെ കൂർപ്പ് കൊടുത്തിട്ട് താഴോട്ട് ഇറക്കി ഇങ്ങനെ എഴുതുക. ആദ്യം ഇങ്ങനെ കുറച്ച് മേലോട്ട് എഴുതുക, ഈ മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അറിയുക. ഓക്കെ, ഒന്ന് എഴുതി ഇങ്ങനെ ശീലിച്ചാൽ മതി. ഈ രീതിയിലാണ് തബ് എന്ന് എഴുതുക. തബ് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ എന്നതാണ്. തബ് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ എന്നതാണ്. ഇനി 2 അക്ഷരങ്ങൾ ഇനി നമുക്ക് പരിചയപ്പെടാം. ഇതിന് ശേഷമുള്ള 2 അക്ഷരങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. നോക്കൂ അടുത്തത്. എന്താണ്? ഇതേതക്ഷരം? ടേ എന്നതാണ് അക്ഷരം. ടേ. ടേ എന്ന് എങ്ങനെ എഴുതാം? സാധാരണ ബേയും പേയും തേയൊക്കെ എഴുതിയ പോലെ തന്നെ എഴുതുക. എഴുതിയതിന് ശേഷം മുകളിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇങ്ങനെ എഴുതിയതിന് ശേഷം മുകളിൽ, ഓക്കെ ഒന്നുകൂടി നോക്കൂ, ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം മുകളിൽ ചെറിയ ഒരു ത്വാ. ഓക്കെ, ഇതാണ് ഏതക്ഷരം? ടേ എന്ന അക്ഷരം. ടേ. ഇംഗ്ലീഷിലെ ടി വരുന്ന സ്ഥലങ്ങളിൽ, ഇംഗ്ലീഷിലെ ടി എന്ന് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ടേ ആണ് ഉപയോഗിക്കുക. ഡോക്ടർ എന്ന് പറയുമ്പോൾ, ഡോക്ടർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ DOCT, ടി ആണല്ലോ എഴുതുക. ആ ടി വരുന്ന സമയത്ത് എന്തെഴുതും? ടേ എന്നതാണ് എഴുതുക. കൂട്ടിലങ്ങാടി, കൂട്ടിലങ്ങാടി, അപ്പം ട എന്ന് വരുന്നുണ്ട്, അവിടെ ഈ ടേ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ടി പ്രൊനൗൺസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ടേ ആണ് ഉപയോഗിക്കുക. റെഡിയല്ലേ? ഒന്ന് എഴുതി നോക്കൂ. ഇങ്ങനെ തുടങ്ങി സാധാരണ ബേയും പേയും ഒക്കെ എഴുതിയ പോലെ തന്നെ ഇങ്ങനെ എഴുതുക. അതിന് ശേഷം മുകളിൽ ചെറിയ ഒരു തോ എഴുതുക. ഇതാണ് ടേ. എല്ലാവരും എഴുതണം കേട്ടോ. ഇത് നോക്കിയിട്ട് എഴുതുക. എഴുതിയോ? ഇനി അവസാനത്തെ, ഇന്ന് പരിചയപ്പെടുന്ന അവസാനത്തെ അക്ഷരം ഇതേതാ? സേ. സേ എന്നല്ല, കറക്റ്റ് സേ അല്ല, സേ.
ആണ്, സെ ആണ്. നാവൊന്ന് പല്ലിൻ്റെ അവിടെ തട്ടിച്ചുകൊണ്ടാണ് സെ പറയുക കേട്ടോ. സെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഇതും വളരെ സിമ്പിളാണ്. ബേയും പേയും തേയൊക്കെ എഴുതിയതുപോലെ തന്നെ ടേയൊക്കെ എഴുതിയ പോലെ തന്നെ എഴുതാം. എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? മുകളിൽ 3 പുള്ളി. അപ്പം മുകളിൽ 3 പുള്ളിയിട്ടാൽ സേ ആയി, താഴെ 3 പുള്ളിയിട്ടാൽ എന്തായി? പേ ആയി. മുകളിൽ 3 പുള്ളിയാണെങ്കിൽ എന്തായിരിക്കും? സേ ആയിരിക്കും. താഴെയാണ് 3 പുള്ളിയെങ്കിലോ പേ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും അക്ഷരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റക്ഷരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ശുക്രിയ. ഖുദ ഹാഫിസ്.